ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനാണ്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ആഡ്സ് മാനേജർ എടുക്കാം. അപ്പം ഞാനൊരു ഡെമോ കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ നമുക്ക് ചെയ്യാനുള്ളത്. എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ എന്തെങ്കിലുമൊക്കെയാണെന്ന് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ചെയ്യിക്കാം. അല്ല, ഇതൊക്കെയാണ് ക്യാമ്പയിൻസ്, ഇതൊക്കെയാണ്. അപ്പോൾ അവയർനെസ്സിൻ്റെ ട്രാഫിക് ഉണ്ട്, ലീഡ്, എൻഗേജ്മെൻറ്റ്, ആപ്പ് പ്രൊമോഷൻ, സെയിൽസ്. ഇതൊക്കെ 3 വ്യക്തമായുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ ചെയ്യുക. ഓക്കെ, ഇത് വരേണ്ടത് ഇതിൻ്റെ വീഡിയോ വ്യൂസ്, അതുപോലെ മെസ്സേജ്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ കൊടുത്ത് നോക്കാം. അടുത്ത സ്റ്റെപ്പാണ്. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് 2 സെക്ഷൻ വരുന്നുണ്ട്. ടൈലേഡ് മെസ്സേജ് ക്യാമ്പയിനുണ്ട്, മാനുവൽ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനുണ്ട്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ടത് മാനുവലാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നെയിം ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ക്യാമ്പയിൻ നെയിം ഉണ്ടാവും, ആഡ് സെറ്റ്, ആഡ്. ഓക്കെ, അപ്പോൾ 3 സെക്ഷനായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ നെയിം കൊടുക്കുക, ക്യാമ്പയിൻ എന്ത്, എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ അറിയാൻ വേണ്ടി. അത് നമുക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നെയിം ഇവിടെ കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഇവിടെ സിനാൻ ഡിജിറ്റൽ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്യാമ്പയിൻ നെയിം കൊടുത്തിട്ടുണ്ട്. അടുത്ത സെക്ഷനിൽ നമുക്ക് പോയി നോക്കാം. ഈ സെക്ഷനിൽ വരുന്നത് മെയിൻ കുറച്ച് സ്ക്രോൾ ചെയ്താൽ ഇവിടെ അഡ്വാൻസ്ഡ് ക്യാമ്പയിൻ ബഡ്ജറ്റ് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ടാവും. അതുപോലെ എ ബി ടെസ്റ്റിംഗ് ഉണ്ടാവും. ഓക്കെ, എ ബി ടെസ്റ്റിംഗ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അത് ഒരു ചെറിയ വീഡിയോ തന്നെ വരുന്നുണ്ട് അതിന് പിന്നെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ആഡ് സെറ്റ് നെയിം കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഞാൻ ഒരു കേരള ബേസ് ഫോക്കസ് ആണ് അതുകൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്ത് കേരള ആഡെന്ന് ജസ്റ്റ് കൊടുത്തതാണ്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ആവാം. അതിലാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. ഇവിടെ എന്താണ്, പേജ് സെലക്ട് ചെയ്യാനാണ്. ഇത് കൺവേർഷൻ മെസ്സേജ് ആണല്ലോ ഇപ്പോൾ നമ്മളെ നീശി. അതുകൊണ്ട് അപ്പോൾ എങ്ങോട്ടാണ് മെസ്സേജ് പോകേണ്ടതെന്നാണ്. നിങ്ങൾക്കിപ്പോൾ വാട്സപ്പ് മാത്രം പോയാൽ മതി, ഉണ്ടെങ്കിൽ വാട്സപ്പ് മാത്രം ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും പോകണം, മെസ്സഞ്ചറും പോകണമെന്നുണ്ടെങ്കിൽ ഈ 3 ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ബഡ്ജറ്റാണ് ഈ ക്യാമ്പയിൻ. ഇത്ര എന്താണ് ഡെയിലി ബഡ്ജറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡെയിലി ബഡ്ജറ്റ് ഉണ്ടാവും, ലൈഫ് ടൈം ഉണ്ടാവും. ഓക്കെ, ഡെയിലി ബഡ്ജറ്റ് വെച്ചാൽ ഡെയിലി ഇത്ര എമൗണ്ട് സ്പെൻഡ് ആയാൽ മതി എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യലാണ് അത്. അപ്പോൾ ഓക്കെ, കുറച്ച് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബഡ്ജറ്റ് ഷെഡ്യൂളിംഗ് ഉണ്ട്, പിന്നെ അതേപോലെ ലൊക്കേഷൻ മസ്റ്റാണ്. അപ്പോൾ ലൊക്കേഷൻ കൊടുക്കാം നമുക്ക്. നമ്മൾ കേരള ബേസ് ആയതുകൊണ്ട് നമ്മൾ കേരളം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കേരള കൊടുത്തു. പിന്നെ ഷോ മോർ ഡീറ്റെയിൽസ് കൊടുത്താൽ അവിടെ ഏജ് കൊടുക്കാനുണ്ടാവും, മിനിമം ഏജ്. ഓക്കെ, അപ്പോൾ ഞാൻ ലാംഗ്വേജ് സെലക്ട് ആക്കി മലയാളം സെലക്ട് ആക്കിയിട്ടുണ്ട്. ഏജ് 18 ഓക്കെ, ഇവിടെ അഡ്വാൻസ്ഡ് ഓഡിയൻസ് ഇവിടെ 18 to 65 ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജെൻഡർ ഓൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റം ഓഡിയൻസും ഉണ്ട്. ഇവിടെ ലുക്ക് ലൈക്ക് ഓഡിയൻസും ഉണ്ട്. കസ്റ്റം ഓഡിയൻസ് നമ്മൾ ഓഡിയൻസ് എന്താണ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓഡിയൻസ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ആണ്. അപ്പോൾ ലുക്ക് ലൈക്ക് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഇൻട്രാക്ട് ചെയ്ത ഓഡിയൻസിന് എന്ത് ചെയ്യുക, ഓരോ എന്താണ് ടാർഗറ്റിംഗ് ഓഡിയൻസിലാക്കിയാണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആരെയാണോ ടാർഗറ്റ് ചെയ്യുക, ഇപ്പോൾ ഹെൽത്ത് ബേസ്ഡാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ഏജൻസി ബേസ്ഡാണെങ്കിൽ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആണെങ്കിൽ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്യാം. +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണോ, ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണോ എന്നൊക്കെ ഇതിൽ കറക്റ്റായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഒരു മനസ്സിലാവാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും കൊടുത്തതാണ്. ഓക്കെ, സോഷ്യൽ മീഡിയ മാനേജേഴ്സ്. അപ്പോൾ ഈ സൈഡിൽ നോക്കിയാൽ കാണാം എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ട്. ഓക്കെ, കൺവേർഷൻ കിട്ടാൻ പോകുന്നത് 15 to അതൊരു എസ്റ്റിമേറ്റ് കണക്ക് പറയണം. അത് ഇത്രയും വേല. അടുത്ത സെക്ഷൻ പോവാം. ആഡ് ലെവലാണ്. ആഡ് നെയിം കൊടുക്കാം. ആഡ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് ആഡ് നെയിം ലാസ്റ്റ് സെക്ഷനാണിത്. ഇവിടെയാണ് വീഡിയോസും ഫോട്ടോസൊക്കെ ആഡ് ചെയ്യൽ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈമറി ടെക്സ്റ്റ് ഉണ്ട്, ഹെഡ്ലൈന്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് കറക്റ്റായി കൊടുക്കാം. നമുക്ക് മീഡിയ ആഡ് ചെയ്യാം, ഫോട്ടോ ആൻഡ് വീഡിയോ. ഓക്കെ, ഞാൻ വീഡിയോ ആഡ് ചെയ്യണ്ടേ. ഓക്കെ, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനീൻ്റെ ഒരു ആഡ് വീഡിയോ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോഡായിട്ടുണ്ട് വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്, പ്രിവ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ പ്രൈമറി ടെക്സ്റ്റ്, ഡിസ്ക്രിപ്ഷൻ, ഹെഡ്ലൈൻ ഇത് കൃത്യമായി കൊടുക്കുക. പ്രൈമറി ടെക്സ്റ്റൊക്കെ മാക്സിമം ഹുക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എന്താണ് ആളുകളെ എൻഗേജ് ചെയ്യുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്താണ് അത്രയും ബെറ്റർ ആയിരിക്കും ഞങ്ങളുടെ റിസൾട്ടിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണിക്കും ഇതിൻ്റെ പ്രിവ്യൂ കാര്യങ്ങളൊക്കെ. ഫീഡിലായാലും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഈ പ്ലാറ്റ്ഫോമിലൊക്കെ എങ്ങനെയാണ് റൺ ആവില്ലെന്ന് സ്റ്റോറീസിലൊക്കെ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുമ്പോൾ ഡെസ്റ്റിനേഷനാണ്. ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജ് ഇപ്പോൾ ഞാൻ വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ ആളുകൾ എങ്ങനെ പോകുന്നു അവർക്ക് ഓട്ടോമാറ്റിക് ഒരു റിപ്ലൈ, ഒരു ക്വസ്റ്റ്യൻ അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ അവർ ആ സെൻഡ് മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് ആ ബട്ടൺ നക്കിയാൽ തന്നെ അവരെ ഓട്ടോമാറ്റിക്കലി അവിടെ കാണിക്കും കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെത്. അപ്പോൾ നമ്മൾ ക്യാമ്പയിന് കംപ്ലീറ്റ് ഉണ്ട്, പബ്ലിഷ് കൊടുത്താൽ റൺ ആയിക്കോളും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ വരെ ബൈ.